നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മൻസീറയുടെ രണ്ട് ഫ്രാഗ്രൻസസ് ആയിട്ടാണ്. ഒന്ന് പെർഫെക്റ്റ്ലി യൂണിസെക്സ് ആണ്, മറ്റത് ഫോർ വിമൻ ആണ് കേട്ടോ. ഇത് അമോർ കഫേ, ഇത് യൂണിസെക്സ് ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ ബോക്സ് വരുന്നത്. ഇവിടെ അമോർ കഫേ മൻസീറ ഓടെ പെർഫ്യൂം. ഇത് 60 ml ബോട്ടിലാണ്. ഇത് ബാക്കിൽ അവരുടെ ഇതും ബാർകോഡും സംഗതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ ഫ്രാൻസ്. ഇത് നീഷ് ഹൗസാണ്. മൻസീറയെ കുറിച്ച് ഇനിയും അറിയാത്തവർക്ക് ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി പെർഫ്യൂം വിത്ത് നല്ല പെർഫോമൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൗസാണ് മൻസീറ മൊണ്ടേൽ. അപ്പം ഇവർക്ക് ഒരുപാട് ഫ്രാഗ്രൻസസ് ഉണ്ട്. അപ്പം നീഷ് ഹൗസിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് നല്ലൊരു പെർഫ്യൂമാണ്, നല്ലൊരു ചോയ്സ് ആണ്. അപ്പം ഞാനിതിങ്ങനെ പുറത്തെടുക്കാം. ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ബാഗിനകത്ത് ഇത് എപ്പോഴും വരാറ്. എല്ലാ മൻസീറ മൊണ്ടൈൽ ഫ്രാഗ്രൻസസിനും ഇങ്ങനെ ഒരു ബാഗ് ഉണ്ട്. നമ്മൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫ്രാഗ്രൻസ് ഉണ്ട്. ഇതുണ്ടോ, ഇതാണ് അമോർ കഫേയുടെ ബോട്ടിൽ. ഞാൻ 60 ml വാങ്ങിച്ചിട്ടുള്ളൂ. അടിയിൽ അവരുടെ ഇതും സാധനങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. എന്തോ ഒന്നുമില്ല, അവരുടെ കാര്യങ്ങളും എവിടെയാണ് ഉണ്ടാക്കിയതും സാധനങ്ങളൊക്കെ എഴുതിയിരിക്കും. ഇതുണ്ടോ, ഇങ്ങനെ ഒരു ഇത് ക്യാപ്പയിലൊക്കെ ഉണ്ട്. നമുക്ക് ഫ്രാഗ്രൻസിലേക്ക് വരാം. ടെസ്റ്റ് സ്ട്രിപ്പ് എടുത്തിട്ട് നോക്കിയാൽ അറ്റോമൈസർ ഉണ്ടോ, ഭയങ്കര അടിപൊളി അറ്റോമൈസറാണ്. എന്തൊരു അടിപൊളി പെർഫ്യൂം എന്നറിയാം. ഇത് കോഫി, നല്ല ക്വാളിറ്റി കോഫിയാണ് ആദ്യം ടോപ്പ് നോട്ടിലേക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ നിസാര കോഫി ഒന്നുമല്ല, നല്ല ക്രീമി ക്വാളിറ്റി ഡസ്റ്റഡ് കോഫിയാണ്. ഈ നല്ല ക്രീമി കോഫിയുടെ മേളിൽ കോഫി പൗഡർ ഡസ്റ്റ് ചെയ്തിരിക്കുന്ന പോലെ കുറച്ച് ആഡഡ് കോഫി. അത് ആ കോഫി ഇങ്ങനെ മേളിലോട്ട് വന്നിട്ട് ഞാൻ പറയാം, നിങ്ങളൊരു ഒരു കാപ്പിയുടെ ഒരു കപ്പ് സങ്കല്പിക്കുക. അതിന് മേളിൽ ഇങ്ങനെ ക്രീം ഉണ്ട്, ആ ക്രീമി കോഫി ഉണ്ട്. നമ്മുടെ ആ ക്രീമി കോഫിയുടെ മേളിൽ ഒരു സ്വല്പം കോഫി പൗഡറും കൂടെ ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മണത്തിട്ട് ആ കോഫിയുടെ ആ ടോപ്പ് ലെയർ കഴിഞ്ഞാൽ ആ താഴേക്ക് നല്ല ക്വാളിറ്റിയുള്ള വനില ഐസ്ക്രീമാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇങ്ങനെ തന്നെയാണ് ഈ ഫ്രാഗ്രൻസ് മണക്കുക. ആ കോഫി ഒന്ന് കുറച്ചു നേരം കഴിയുമ്പോൾ സെറ്റിലായി കഴിഞ്ഞാൽ നല്ല ക്രീമി ഐസ്ക്രീം സ്മെല്ലായി വരുന്നത്. മണക്കുന്നവർക്കെല്ലാം ഈ ഐസ്ക്രീം സ്മെല്ല് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. കയ്യിലടിച്ചു നോക്കാം. ഇത് ഞാൻ ഇതുവരെ മണത്തിട്ടുള്ളത് വെച്ച് ഞാൻ ഒരുപാട് കോഫി ഫ്രാഗ്രൻസ് മണത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, ഇതാണ് ഞാൻ മണത്തിട്ടുള്ളത് വെച്ച് ബെസ്റ്റ് കോഫി ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ഈ മൻസീറ അമോർ കഫേയാണ്. ഇത് കോംപ്ലിമെന്റ് ബേസ്ഡ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണേലും ഉപയോഗിക്കാം. നമ്മളിപ്പം കേരളത്തിൽ ഇപ്പം മഴക്കാലം വരാൻ പോവാം. മഴക്കാലത്ത് പൊരിക്കുന്ന ഒരു സാധനം ഇത് അടിച്ചു കഴിഞ്ഞാൽ മഴക്കാലത്ത് ഗുർമണ്ട് ഫ്രാഗ്രൻസസ് നന്നായിട്ട് പെർഫോം ചെയ്യും. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം മഴക്കാല ഫ്രാഗ്രൻസസ്. പക്ഷെങ്കിൽ ഇത് അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നല്ല മിന്നിക്കും. ആൾക്കാർ ഇങ്ങനെ ചോദിച്ചോണ്ടേയിരിക്കും ഇത് ഏതാ അടിച്ചിരിക്കുന്നത്. ഒന്നാമത് ഈ സാധനത്തിന് കേരളത്തിൽ നല്ല പ്രൊജക്ഷനും നല്ല ലോഞ്ചിവിറ്റിയാണ്. അടുത്ത ദിവസം വരെയൊക്കെ ഷർട്ടയിലൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൻസീറനെ കുറിച്ച് അറിയാലോ, മൻസീറ ഭയങ്കര പ്രൊജക്ഷനാണ്. ഇത് കേരളത്തിൽ ഇത് എക്സ്ട്രാ ഒരു 2-3 ഫീറ്റ് നന്നായിട്ട് പ്രൊജക്ട് ചെയ്ത് കയറുന്നുണ്ട്. ആദ്യത്തെ 2 മണിക്കൂറത്തേക്ക് നല്ല പെർഫോമൻസും ഉണ്ട്. നല്ല ബീസ്റ്റ് മോഡ് ഫ്രാഗ്രൻസ് ആണ്. നമ്മുടെ നാട്ടിൽ എങ്ങനെ ബീസ്റ്റ് മോഡ് കിട്ടാനായിട്ട് നല്ല പാടാണ്. ഇത് പെർഫോം ചെയ്യുന്നുണ്ട് നന്നായിട്ട്. ഇത് എന്റെ 2ാമത്തെ ബോട്ടിലാണ്. അപ്പം ഇത്രയും ഫ്രാഗ്രൻസ് ഉള്ളത് ഞാൻ ഇത് ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇതിന്റെ ഒരു വാല്യൂ എന്താണെന്നുള്ളത്. ഞാൻ എപ്പം ഗുർമണ്ട് ഫ്രാഗ്രൻസ് ഞാൻ അടിക്കാൻ നോക്കിയാലും ഞാൻ സെലക്ട് ചെയ്യാറുള്ളത് ഇതാണ് മിക്കവാറും തന്നെ, ഈ മൻസീറ. ബിക്കോസ് കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങൾ നല്ല ഐസ്ക്രീം പോലെ മണക്കാൻ തുടങ്ങും. ഐസ്ക്രീം എപ്പം ഈവൻ സമ്മറിൽ കിട്ടിയാൽ പോലും ആർക്കും ഒരു കുഴപ്പമില്ലാത്തൊരു സാധനമാണല്ലോ. നല്ലൊരു അടിപൊളി ഫ്രാഗ്രൻസ് ആണ്. പ്രൊജക്ഷൻ, ലോഞ്ചിവിറ്റി, സീസൺ, പിന്നെ യൂണിസെക്സ് ആണ്. മെയിൽസിനും ഫീമെയിൽസിനും വെയർ ചെയ്യാം. കോളേജ് പിള്ളേർക്കൊക്കെ എസ്പെഷ്യലി വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണിത്. പ്രൈസ് വരുന്ന ഏതാണ്ട് 60 ml ഒരു 8,000 ആ റേഞ്ച് ഒക്കെ ആവും. നമുക്ക് ആളുകൾ ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് വാങ്ങിക്കാൻ കിട്ടുക എന്നുള്ളത്. നിങ്ങളത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വാങ്ങിക്കാനേ ഞാൻ പറയുള്ളൂ. അല്ലാതെ ഞാനൊരു വെബ്സൈറ്റിനെ വ്യക്തമാകുന്നില്ല. അവർ നിങ്ങളെ കളിപ്പിച്ചാൽ എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇന്ത്യ മഹാരാജ്യത്ത് ആർക്കും ആരെ വേണമെങ്കിലും കളിപ്പിക്കാം. കൺസ്യൂമർ പ്രൊട്ടക്ഷനൊക്കെ അത് കഴിഞ്ഞാൽ വരിക. അപ്പം നിങ്ങൾ തന്നെ അത് കണ്ടുപിടിക്കുക കേട്ടോ, ഏതാണ് ബെസ്റ്റ് സ്ഥലം എന്നുള്ളത്. അങ്ങനെയാണ് മൻസീറയുടെ അമോർ കഫേയുടെ കാര്യം. ഇനി നമുക്ക് വേറൊരെണ്ണമുണ്ട് ഇവിടെ. ഇതിന്റെ പേരാണ് റോസസ് വനിലെ. റോസസ് വനിൽ എന്നാന്ന് തോന്നുന്നു, ഞാൻ നോക്കട്ടെ. ഇത് ലേഡീസിന്റെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ വാങ്ങിച്ച. ഞാനിത് നോക്കിയില്ല ഇത് യൂണിസെക്സ് ആണോ ലേഡീസ് ആണോ എന്ന്. ഞാനത് നേരെ അങ്ങ് കണ്ടപ്പോൾ അങ്ങ് വാങ്ങിച്ചത്.
പക്ഷെ അത് കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായത് ഇത് ലേഡീസിൻ്റെ ആണ്. എന്തായാലും വാങ്ങിച്ച സ്ഥിതിക്ക് ഞാൻ ലേഡീസിനായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് പൊതുവെ ഒരു പരാതിയുണ്ട്. എന്നാൽ പിന്നെ അത് തീർന്നോട്ടെന്ന് വിചാരിച്ചു. നമുക്ക് നോക്കാം. ഇതിൻ്റെ ആറ്റോമൈസർ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നല്ല സ്വീറ്റ് റോസ് ആണ്. നല്ല സ്വീറ്റ് ഷുഗറി റോസ് ആണ് വരുന്നത്. നല്ല ക്ലാസി റോസ് കേട്ടോ. ഇതിന്റെ നോട്ട്സ് നമുക്ക് നോക്കാം. ഇറ്റാലിയൻ ലെമൺ, മിഡിൽ ടോപ്പ് നോട്ട്, മിഡിൽ ടർക്കിഷ് റോസ്, ബേസ് വാനില മസ്ക് സൈഡർ. ആ ലെമണിഷ് വൈബ് ഉണ്ട്. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ആ റോസ് ആണ് വരുന്നത്. ആ റോസ് കോംപ്ലിമെന്റഡ് വിത്ത് വനില ആൻഡ് മസ്ക. അടിപൊളിയാട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ലേഡീസ് അടിച്ചു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് ഞാനൊന്ന് കയ്യിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ ചെറുതായിട്ട്. അടിപൊളിയാട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഇത് ലേഡീസ് അടിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അവർക്ക് ഒരു അത്യാവശ്യം കോംപ്ലിമെന്റ് ഫാക്ടർ ഒക്കെ ഉണ്ടാകാനുള്ള, കോംപ്ലിമെന്റ്സ് ഒക്കെ പുള്ള് ചെയ്യാനായിട്ട് അത്യാവശ്യം പറ്റുന്ന ഒരു സാധനമായിരിക്കും. ഇതിനിപ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇത് മെയിൽസിനുള്ളതല്ല. മെയിൽസ് ഉപയോഗിച്ചാലും ശരിയാകത്തില്ല. റോസസ് വനീൽ. അത് വനില എന്നാ കേട്ടോ, വനീലല്ല. ടോം ഫോർഡ് ടൊബാക്കോ വനീലിന്റെ പേര് പറഞ്ഞ് എങ്ങനെയായി പോയതാ. അപ്പം ഇതാണ് ഇത് കൊള്ളാം കേട്ടോ. ആ സിഡർ റോസ്, സിഡർ മസ്ക്, നല്ല സ്വീറ്റ് റോസാ. സൂപ്പറായിട്ടുണ്ട്. ഇത് ലേഡീസിന് പറ്റിയ സാധനം, മൻസീറ റോസസ് വനീൽ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ രണ്ട് ഫ്രാഗ്രൻസസിന്റെ വിശേഷങ്ങൾ. മൻസീറയുടെ അമോർ കഫേ മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. ഫ്രാഗ്രൻസ് എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ കണ്ണുപൂട്ടി വാങ്ങിക്കാം. ഗുർമൺ ഫ്രാഗ്രൻസസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഞാനങ്ങനെ ബ്ലൈൻഡ് ബൈ സജസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ ഇത് ബ്ലൈൻഡ് ബൈ വാങ്ങിച്ചാലും അമോർ കഫേ ബ്ലൈൻഡ് ബൈ വാങ്ങിച്ചാലും വലിയ കുഴപ്പമില്ലാത്ത സാധനം കേട്ടോ. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഗുർമൺസ് തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരിക്കണം. ഗുർമണ്ട് ഇഷ്ടമാണെങ്കിൽ അമോർ കഫേ വാങ്ങിക്കാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.